എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവോ? ഡീസൻ്റ് ആയിട്ടുള്ള ഒരാളിലൂടെ കൂടുതൽ കള്ളത്തരം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലിസ്റ്റുമായിട്ട് ചേർന്നത്. ഇവരാദ്യം സത്യം പറയും, പിന്നെ അത് മാറ്റി പറയും. എണീറ്റ് പോ, ഇത് ഞാൻ ചെയ്തോളാം. കുത്തിയിരുന്ന് 2 മാസം സ്ക്രിപ്റ്റിൽ കിടന്ന് ഉറക്കമായിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു. സമയം വേണ്ടേ? ഇന്നിവിടെ വന്നതിന് നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ പൈസ ചോദിച്ചില്ല എന്നേ ഉള്ളൂ. ഈ പടം ഇറങ്ങി കഴിയുമ്പോൾ മിക്കവാറും സുരാജേട്ടൻ്റെ വൈഫ് പറയും ഇത് മിക്കവാറും സ്റ്റോറി സ്പോൺസർ ചെയ്തത് സുരാജേട്ടൻ തന്നെ ആയിരിക്കും. അല്ല, സൈക്കോ അല്ല, ഇതൊരു കുടുംബ ചിത്രമാണ്. അല്ല, അങ്ങനത്തെ ക്യാരക്ടർ കാട്ടുന്നവരെയാണ് സുരാജേട്ടൻ സൈക്കോ എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും ഇല്ല. സംസാരിക്കും മനസ്സിലാവും, അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളൊന്നും ആളൊന്നും അല്ലെന്ന് കൂട്ടൊക്കെ ഇതല്ലേ, പിന്നെ എങ്ങനെ ബ്രില്യൻ്റ് ആവാനാ? നമ്മുടെ ഡയറക്ടറും അതിശയപ്പെട്ടു, ഇതെങ്കിലും എനിക്ക് നിർമ്മിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവനാണ് പ്രൊഡ്യൂസറില്ലാതെ കഷ്ടപ്പെട്ടിട്ടിരിക്കുവോ. സുരാജേട്ടൻ തന്നെ ആക്ഷൻ ഹീറോ ബിജുവിൽ ചെയ്തത് ഒറ്റ സീൻ. ആ സീനാണ് സുരാജേട്ടൻ്റെ വേറൊരു സ്റ്റെപ്പിലേക്ക് പുള്ളീനെ മാറ്റി തിരിച്ചു. മലയാളം പടങ്ങൾ കണ്ടിട്ട് നമുക്ക് മെസ്സേജുകൾ അയക്കുമ്പോഴത്തേക്കും അവിടം വരെയൊക്കെ നമ്മുടെ എത്തി എന്നൊക്കെ അറിയുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. വിളിച്ചിട്ട് ഒരു 6 ദിവസത്തെ ഒരു പരിപാടി ഉണ്ട്, എത്രയാണ് നിങ്ങളുടെ പേയ്മെന്റ് എന്ന് ചോദിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് ഒരു കഥ കേൾക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കുടുംബത്തിനകത്ത് നടക്കുന്ന സംഭവമാണ് അത്. വളരെ സിറ്റുവേഷൻ ഹ്യൂമറിലൂടെ പോകുന്നു. അവസാനം നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ടേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങും, അത് ഗ്യാരണ്ടി. ഹായ്, എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരാണ് ഇന്ന് റിപ്പോർട്ടർ ടിവിയോടൊപ്പം വന്നിട്ടുള്ളത്. ശ്യാം മോഹൻ, ഗ്രേസ് ആൻ്റണി, സുരാജ് വെഞ്ഞാറമൂട്, ലിസ്റ്റിൻ സ്റ്റീഫൻ. സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ഈ സിനിമയിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഭാഗമായിരുന്ന നിർമ്മിക്കുന്ന സിനിമകളിലൊക്കെ അതിൻ്റെ ഒരു ഓഡിയോ ചടങ്ങിനൊക്കെ വന്നിട്ട് രസകരമായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂസിന് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ സിനിമകളുടെയാണ്. അത് പലപ്പോഴും തോന്നാറുണ്ട് അത് ലിസ്റ്റിന് കുറച്ചുകൂടെ സ്പെഷ്യലായിട്ടുള്ള സിനിമകളുടെ ആയിരിക്കും ഇൻ്റർവ്യൂസിലും കൂടെ വന്നിരുന്ന ആ രീതിയിലും കൂടെ ഒരു പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളത്. സോ എങ്ങനെയാണ് എക്സ്ട്രാ ഡീസൻറ്റ് ലിസ്റ്റിന് ഇത്രയും സ്പെഷ്യൽ ആവുന്നത്? ഒരുപാട് ഇൻ്റർവ്യൂസിനൊക്കെ വരുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല. ഇപ്പം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിനും ഈവൻ ഇരിക്കാറുമില്ല. ഏതെങ്കിലും നമ്മളോട് പറയുന്ന 1-2 എണ്ണത്തിന് അല്ല നമുക്ക് കൂടുതൽ ഈവൻ കംഫോർട്ടാകുക എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇരിക്കുക. പിന്നെ ഈ സിനിമയുടെ ഒരു ഭാഗത്തിൽ അല്ല സ്പെഷ്യലാണ്. അല്ല, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു വേണ്ട രീതിയിലുള്ള ഒരു പ്രൊമോഷനും എനിക്കും പറയാനുണ്ട്. പറഞ്ഞു മനസ്സിലായി. ഇപ്പോൾ മറ്റു സിനിമകളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ARM എന്ന് പറയുന്ന സിനിമയ്ക്കോ അല്ലെങ്കിൽ മറ്റു സിനിമകൾക്കോ പറയാതെ തന്നെ അതിൻ്റെ അകത്ത് കുറേ ഈവൻ ഉണ്ട് സംഭവങ്ങൾ. ഈ സിനിമയ്ക്ക് ഉറപ്പായിട്ടും എനിക്കും കൂടെ പറയാനായിട്ടുണ്ടെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇത് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ സിനിമയായിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ ഈ ചെറിയ സിനിമ ഒരു വലിയ സിനിമയായി മാറുമ്പോഴാണല്ലോ. അപ്പോൾ ആ വലിയ സിനിമയായിട്ട് മാറാനായിട്ട് ഒരു പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ളൂടെ ഒരു പുഷ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും കൂടെ അങ്ങോട്ട് 1-to-1 എന്നുള്ളൊരു സാധനം സംസാരിക്കാനായിട്ടും കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എനിക്കാകുമ്പോൾ ഒരു ഫ്രീഡത്തോടെ മീൻസ് ഒരു ഓപ്പൺ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ടിട്ട് വന്നിരിക്കുന്നു. ഞങ്ങളൊന്നും പറയില്ലല്ലോ. നിങ്ങളാരൊന്നും പറയാറില്ല. ഇപ്പോൾ ഈ പടത്തിലൂടെ പ്രൊഡക്ഷനിലും കൂടെ വന്നിരിക്കുകയാണ് വിലാസിനി സിനിമാസ്. അപ്പം നിങ്ങൾ 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, നായകനും കൂടിയാണ്. അപ്പോൾ ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ കൂടെയുള്ള ഒരു പ്രൊഡക്ഷനിൽ കയറിയപ്പോൾ എന്തൊക്കെയാണ് പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയത്? കൊള്ളാമായിരുന്നു ഈ പ്രൊഡ്യൂസറുടെ കൂടെ ആ ഒരു സൈഡും കൂടെ വർക്ക് ചെയ്തപ്പോൾ? പിന്നെ ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 2-3 ചിത്രങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കള്ളത്തരം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലിസ്റ്റുമായിട്ട് ചേർന്നത്. അല്ല, അങ്ങനെയല്ല. ശരിക്കും അല്ല, അങ്ങനെയല്ല. പുള്ളിക്ക് ആദ്യ നിർമ്മിക്കുമ്പോൾ ഇവരാദ്യം സത്യം പറയും, പിന്നെ അത് മാറ്റി പറയും. അല്ലല്ല, അങ്ങനെയല്ല. പുള്ളിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു നിർമ്മിക്കുമ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരാളിലൂടെ ചേർന്ന് നിർമ്മിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കും പുള്ളി എന്നെ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഒരു ഏത് കാര്യം ചെയ്യുമ്പോൾ ഇന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു ഓണ സമ്മാനം അല്ലെങ്കിൽ ഇതൊക്കെ ആ ആളുടെ ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയത്തില്ല. എന്ന് പറഞ്ഞാൽ കൈനീട്ടമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ സുരാജിന്റെ ഒരു ആഗ്രഹം. ഞാൻ നിർമ്മാണം ആരംഭിക്കുമ്പോൾ ലിസ്റ്റിന്റെ കൂടെ ചേർന്നായിരിക്കണം എൻ്റെ ഒരു ആദ്യ നിർമ്മാണ സംരംഭം. അല്ല, അതുകൊണ്ടിട്ടായിരിക്കണം. അല്ലാതെ ഇപ്പൊ വേറെ എന്ത് കാരണത്താലാണ്? വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ലിസ്റ്റിന്റെ ഒപ്പം ഒരു പടത്തിൽ നിർമ്മാണ പങ്കാളി. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇത് സംഭവിച്ചതാണ്. ഇതിനു മുമ്പുള്ള രാജു ഇദ്ദേഹവും കൂടെ നിർമ്മിച്ച പടമില്ലേ, അത് ശരിക്കും ഞാൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടിരുന്നതാ. പടത്തിന്റെ പേര് ജനഗണമന. അല്ല, നിങ്ങൾ നിർമ്മിക്കാതിരിക്കുന്ന പടം ഏതാന്ന് എനിക്കറിയത്തില്ല. ജനഗണമന. പക്ഷെ അതും ജനഗണമന എനിക്കിഷ്ടമായതായിരുന്നു. പക്ഷെ അതും ഇവരങ്ങെടുത്തു.
അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആമിർ വന്ന് എന്നോട് ഈ ഇഡിയുടെ കഥയും അതിൻ്റെ കഥാപാത്രമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ചിരിച്ചു. ഞാൻ അപ്പോഴേ ചോദിച്ചു, ഇത് ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയും ഇതെങ്കിലും എനിക്ക് ചെയ്യണം. എന്നുവെച്ചാൽ മുമ്പുള്ളതെല്ലാം ആഗ്രഹിച്ചിരുന്ന ഓരോരുത്തർ കൊണ്ടുപോയി, ലിസ്റ്റും കൊണ്ടുപോയി, പൃഥ്വിരാജ് കൊണ്ടുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ചെയ്യാം. നമ്മുടെ ഡയറക്ടറും അതിശയപ്പെട്ടു, ഇതെങ്കിലും എനിക്ക് നിർമ്മിക്കണം എന്ന് പറഞ്ഞപ്പോ അവനാണ് പ്രൊഡ്യൂസർ ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇതെങ്കിലും നിർമ്മിക്കണം എന്ന് പറഞ്ഞപ്പോ അവനൊരു സംശയം, ഈ പുള്ളി ഇതാക്കിയതാണോ എന്ന് പുള്ളിക്കൊരു സംശയം. ഇതെങ്കിലും എനിക്ക് നിർമ്മിക്കണം എന്ന് പറഞ്ഞപ്പോ അവൻ ഒരുപാട് പ്രൊഡ്യൂസറെ കൊണ്ടുവന്ന പോലെ അവനാകെ പ്രൊഡ്യൂസർ ഇല്ലാതെ വിഷമത്തിലിരിക്കുന്ന അവസരത്തിലാണ്. അപ്പൊ എനിക്ക് ആ സബ്ജക്ട് ഇഷ്ടമായി. ഉടനെ തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കമ്പനിക്കാരനാണ്, മീൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, സന്തോഷ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സന്തോഷ് ഞാൻ ഒരു കഥ കേട്ടു. ഞാൻ ചിരിച്ചു. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിയും കേട്ടിട്ട് പറഞ്ഞു, ഇത് ഗംഭീരം, നമുക്ക് നേരെ ലിസ്റ്റിൻ സാറിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാം. ഞാൻ പറയാം നീറ്റ് പോ, ഇത് ഞാൻ ചെയ്തോളാം. അല്ലല്ല, ലിസ്റ്റിൻ സാറിനാകുമ്പോൾ വേറെ ലെവലിൽ എത്തിക്കുമെന്ന് പറഞ്ഞു. ഈ കക്ഷീനെ ഞാൻ കാണുന്നത് ഇതിൻ്റെ പാക്കപ്പ് ഡേ ആയിരുന്നു. പിന്നെ ഇന്നലെ വേറെ ലെവലിൽ എത്തിക്കേണ്ട സമയത്ത് നമ്മൾ പ്രത്യക്ഷപ്പെട്ടാൽ മതിയല്ലോ. വെറുതെ ചുമ്മാ ആവശ്യമില്ലാത്ത സമയത്തെല്ലാം പോയി പിന്നെ ഈ പടത്തില് ഈ ഒരു ലുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പം പക്ഷെ അതിന്റെ രസം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. സുരാജ് എന്നുള്ള നടനെ ഇതുവരെ കാണാത്തതും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ലെവൽ ഓഫ് ചെറുപ്പവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷെ എന്താണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും വെച്ചിട്ടോ, അപ്പോൾ സാധാരണ നമ്മൾ എന്താ പറയുക മേക്ക് ഓവർ അല്ലെങ്കിൽ ചേഞ്ച് ലുക്കിൽ വരുന്ന പറയുമ്പോൾ താടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം വെച്ചിട്ടായിരിക്കും. ഇത് അതൊന്നും ഇല്ല. പക്ഷെ എന്നാൽ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ലുക്കില് സുരാജ് എന്നുള്ള നടൻ എത്രമാത്രം ഇൻവോൾവ് ആയിരുന്നു ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ? ശരിക്കും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നോട് ഇതിൻ്റെ സംവിധായകൻ ആമിർ ലുക്കിനെ കുറിച്ച് ഇതിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഫുൾ ക്ലീൻ ഷേവ് ആയിരിക്കണം. ഞാൻ പറഞ്ഞ എടാ ചളിയാവും, കാര്യം എനിക്കറിയാലോ, അയ്യോ ഇത് വൃത്തികേടാവും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പുള്ളി നേരത്തെ തന്നെ ഡിസൈൻ ചെയ്തതല്ല, ഇതായിരിക്കും ബെസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ അതെല്ലാം ക്ലീനായി മറ്റേ സ്പെക്സൊക്കെ എടുത്ത് വച്ചപ്പോഴാണ് എല്ലാവർക്കും പിന്നെ അങ്ങ് ഇഷ്ടമായി. അല്ല ആദ്യം എനിക്ക് ഡൗട്ടായിരുന്നു. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും സംവിധായകൻ. നമ്മൾ കണ്ടപ്പോൾ തന്നെ ലൊക്കേഷനിൽ ആ ലുക്കിൽ ഫസ്റ്റ് ഡേ കണ്ട് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്ന അണ്ണൻ തമ്പിക്ക് ശേഷം ആ സമയത്താണ് സുരാജേട്ടൻ ലാസ്റ്റ് മീശ എടുത്തത്. ഭയങ്കര യങ്ങായി. അതിൽ കുറച്ച് കവളൊക്കെ ഉണ്ട് സുരാജേട്ടൻ ആ സമയത്ത് അത് ഭയങ്കര യങ്ങായി ശരിക്കും. പിന്നെ ഇപ്പോൾ ഈ വർഷത്തിൽ ഏറ്റവും വൈറലായിട്ടുള്ള സീൻ എന്ന് പറയുന്നത് നാഗേന്ദ്രൻ ഹണിമൂണിലെ ലില്ലിക്കുട്ടിയും നാഗേന്ദ്രനും തമ്മിലുള്ള ആ ഒരു പോർഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇഡിയുടെ ട്രെയിലറും മറ്റേ നരഭോജി പാട്ടിൻ്റെ ഒക്കെ സീന് കണ്ട സമയത്ത് ലില്ലിക്കുട്ടിയുടെ ഒരു പരകായ പ്രവേശം നാഗേന്ദ്രനിലേക്ക് നടന്നിട്ട് അവിടെ ബിനിച്ചേട്ടൻ വന്നൊരു ഫീലുണ്ട്. അപ്പം രസമുണ്ടായിരുന്നു. അപ്പോൾ നാഗേന്ദ്രൻ്റെ ശേഷമാണ് നിങ്ങൾ രണ്ടുപേരെയും കുറച്ചുകൂടെ അങ്ങനെ അത്തരം എന്താ പറയുക ഒരു കൊടുത്തു വാങ്ങിയിട്ടുള്ളൊക്കെ ഒരു സ്പേസിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഗ്രേസ് ആൻ്റണിയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടും പിന്നെ ഈ ടിപ്സൊക്കെ കൊടുത്തിരുന്നു ഈ സൈക്കോ തരത്തിൻ്റെ. ഞാനോ? ഇത് സൈക്കോ അല്ല കേട്ടോ, അതിലൊരു പാട്ട് സൈക്കോ എന്ന് വന്നതാണ്. അല്ല സൈക്കോ അല്ല, ഇതൊരു കുടുംബ ചിത്രമാണ്. ശരിക്കും ഈ ക്യാരക്ടറിന്, ഈ കഥാപാത്രത്തിന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുള്ള ആൾക്കാരുണ്ട്. ഈ ഒരു ക്യാരക്ടർ നമ്മുടെ വീട്ടിലുള്ള ഇതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള പല രൂപവും പല വീടുകളിലും ഉണ്ട്. ഭൂരിപക്ഷം വീടുകളിലുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ വീട്ടിൽ അല്ലേ യഥാർത്ഥ സ്വഭാവം അറിയാൻ പറ്റും. അങ്ങനത്തെ ക്യാരക്ടർ കാട്ടുന്നവരെയാണ് സുരാജേട്ടൻ സൈക്കോ എന്നൊക്കെ പറയുന്നത്. അതിന്റെ എക്സ്ട്രീം പോകുമ്പോൾ എക്സ്ട്രീം പോകാനുള്ള അവസരങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടാക്കിയാൽ അതിന്റെ എക്സ്ട്രീം പോകുന്ന ആൾക്കാരുണ്ടല്ലോ. ചിലപ്പോൾ ചില വീടുകാർ എൻ്റെ ദൈവമേ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടാവുമോ, അത് കുറച്ച് മെമ്പേഴ്സൊക്കെ മാത്രമേ അങ്ങനെയൊക്കെ അല്ല നല്ല കൂളായിട്ടൊക്കെ പോകുന്ന വീടുകൾ വളരെ ചുരുക്കമാണ്. ഈ പടം ഇറങ്ങി കഴിയുമ്പോൾ മിക്കവാറും സുരാജേട്ടൻ്റെ വൈഫ് പറയും ഇത് മിക്കവാറും സ്റ്റോറി സ്പോൺസർ ചെയ്തത് സുരാജേട്ടൻ തന്നെ ആയിരിക്കും. സ്റ്റോറി മിക്കവാറും കൊടുത്തു സുരാജേട്ടൻ. സ്റ്റോറി ഐഡിയ ഒരു വീട്ടിലുള്ളവർക്കും വ്യത്യസ്ത ചിന്താഗതിക്കാരുള്ളതാണ്, അവർക്ക് അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പം ഇതെങ്ങനെ ഓരോ ആൾക്കാരും വീട്ടിലുള്ള ആൾക്കാർ എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്നതാണ് ഈ സിനിമ. നല്ല സിറ്റുവേഷൻ ഹ്യൂമറിലൂടെ പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഗ്രേസിന്റെ ക്യാരക്ടറിനെ കൂടെ പറ്റിയിട്ട് എന്തെങ്കിലും പെങ്ങളായിട്ടാണ് പറഞ്ഞോ, അവസരം തരണ്ടേ? ഇല്ല, ഇതിനകത്ത് നമ്മുടെ ക്യാരക്ടേഴ്സൊന്നും അധികം അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. മെയിൻലി ഇത് സുരാജേട്ടൻ്റെ ബിനു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു വൺ ആക്ട് പ്ലേ എന്ന് പറയാം. പക്ഷെ ബാക്കി എല്ലാ ക്യാരക്ടറും കൂടെ
സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ ക്യാരക്ടറിന്റെ ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അങ്ങനത്തെ ചെറിയൊരു മിസ്റ്ററി ഒക്കെ നമ്മുടെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിലും ഉണ്ട്. ബാക്കി കൂടുതൽ അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു ഒരു ഇതിനകത്ത് ഗ്രേസിന്റെ ക്യാരക്ടറിന്റെ മുടിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? എന്റെ ക്യാരക്ടറിനാ മറ്റേ പാട്ടിൽ ഇങ്ങനെ ഒന്ന് കുരുങ്ങി പോകും. ആ സമയത്ത് സ്റ്റൈല് കാണിച്ചപ്പോ വേറെ കുരുങ്ങിയതാ. ഒറിജിനലായിരുന്നു അത്. ഒറിജിനൽ ഇങ്ങനെ കാണിച്ചപ്പോ ഇങ്ങനെ റിങ് ഇങ്ങനെ കുടുങ്ങിയിട്ട് അങ്ങനെ മാറ്റിയത്. എന്തെങ്കിലും ഒരു സംഭവം സൂചനയൊക്കെ ഇട്ട് വെച്ചതാണ്, ബ്രില്യൻസ് ആണോ എന്ന് വിചാരിച്ചു. വേണേ അങ്ങനെ വിചാരിക്കാം. നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ ബാക്കി അറിയാം അല്ലേ? സിനിമ കാണുമ്പോ അത് സംസാരിക്കും മനസ്സിലാവും അത്ര ബ്രില്യന്റ് ആയിട്ടുള്ള ആളൊന്നും അല്ലെന്ന്. സിനിമ കാണുമ്പോ കൂട്ടൊക്കെ ഇതല്ലേ, പിന്നെ എങ്ങനെ ബ്രില്യന്റ് ആവാനാ? ചില സാഹചര്യത്തിൽ നമ്മൾ പറയത്തില്ല ഇതൊന്നും, ചില സിറ്റുവേഷൻ നമ്മൾ ഇതെനിക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ, പക്ഷെ മറ്റുള്ളവരുള്ളത് കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ നമുക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര ഡീസെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. പക്ഷെ നമ്മുടെ സേഫ് പ്ലേസിൽ വരുമ്പോൾ നമ്മുടെ മുഖത്തുള്ളതോ നമ്മുടെ ഉള്ളിലുള്ളതോ എല്ലാം നമ്മൾ മാറ്റിയിട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇതിനകത്ത്. ഇപ്പോൾ ശ്യാമോഹന്റെ 2024 എന്ന് പറയുന്നത് വൻ തകർപ്പൻ പൊളി. പ്രേമലു ഉണ്ടാവുന്നു, നോക്കി ഉണ്ടാവുന്നു, അമരൻ ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ പടങ്ങളിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്പേസിൽ വരാൻ പറ്റുന്നു. ഒരു നീണ്ട കരിയർ ഉണ്ട്. ഇപ്പോൾ വെബ് സീരീസ് ആയിട്ടും പൊന്മുട്ടി അതൊക്കെ കൊണ്ടുവന്നൊരു കരിയർ ഉണ്ട്. അപ്പോൾ 2024 ഇതുവരെ ഒരു ആക്ടിങ് സ്പേസിലൊക്കെ വന്ന് നോക്കുമ്പോൾ ദി ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഉറപ്പായിട്ടും. കാരണം ഞാൻ 2015 ജോലി കളഞ്ഞിട്ട് 2016 ആയപ്പോൾ കൊച്ചി വന്നതാ. അപ്പം മുതൽ എല്ലാ വർഷം 2017 ആകുമ്പോൾ ആലോചിക്കാൻ 2018 ശരിയാവുമായിരിക്കും, 2018 കഴിയാറാകുമ്പോൾ വിചാരിക്കും 2019 ശരിയാവുമായിരിക്കും, ഇങ്ങനെ നിൽക്കുന്നത്. 2024 പക്ഷേ പ്രേമലു ഇത്രയും സക്സസ്ഫുൾ ആവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാനൊരു ഓഡീഷൻ വഴിയാണ് പടത്തിൽ ഗിരീഷ് എന്നെ വിളിച്ചിട്ട് ഓഡീഷനെ ക്യാരക്ടറിന് വേണ്ടി ഓഡീഷൻ ചെയ്തിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. അപ്പോഴും എനിക്ക് ഇത്ര വലിയ ക്യാരക്ടറാണെന്നൊന്നും അറിയില്ല. ഞാൻ വിചാരിച്ച ഓക്കെ ഓഫീസിലൊക്കെ ഉള്ള ഒരു സ്ഥിരം കോഴി ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇയാളാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു സൈഡ് കൊണ്ടുപോകുന്നതെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ മാക്സിമം ഈ പറഞ്ഞ പോലെ നമുക്കൊരു സംഭവം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുന്നത്. കുത്തിയിരുന്ന് 2 മാസം സ്ക്രിപ്റ്റിൽ കിടന്ന് ഉറക്കമായിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ടായിരിക്കും മേ ബി കിട്ടിയത്. ഇപ്പോൾ ജസ്റ്റ് കിഡിങ് ആണെങ്കിലും ആ ഒരു ആക്ഷൻ അതുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന ചിലപ്പോൾ ജസ്റ്റ് കിഡിങ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇപ്പം എഡമോനെയൊക്കെ ആവേശത്തിൽ ഇങ്ങനെ അങ്ങ് വന്നു പോയതാന്ന് പറയുന്നത്. പിന്നെ നസ്രു ഒരു സ്പേസിൽ പറയുന്നു അങ്ങനെ വന്നത്. അപ്പം ജസ്റ്റ് കിഡിങ് പക്ഷെ പിന്നെ പടത്തിൽ വരുന്നു, പിന്നീട് അത് പല ലാംഗ്വേജിലേക്ക് വരും, എല്ലാവരും അത് ഏറ്റെടുക്കുക. അതൊരു എന്താ പറയുക, നമ്മൾ പറയുന്ന സംസാരത്തിന്റെ ഭാഗമായിട്ടൊക്കെ മാറുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റിൽ ചെയ്യുന്ന സമയത്ത്, കാരണം ഒരുപാട് ആക്ടേഴ്സും ഒരു വലിയ യൂണിറ്റ് ആണല്ലോ സിനിമയുടെ സ്പേസിലുള്ളത്, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയായിരുന്നു ഈ ജസ്റ്റ് കിഡിങ്ങിന് ഇങ്ങനെ ഒരു കിട്ടി. എനിക്ക് തോന്നുന്നു ചില പടങ്ങൾ ഞാൻ ഒരുപാട് പടം വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഈ പടം വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്രൂവിലുള്ള ആൾക്കാർ, ഇപ്പോൾ ക്യാമറ അസിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലുള്ള ചേട്ടന്മാർ, അവർ പറയുമായിരുന്നു, അവർ ഈ സാധനം നമ്മൾ രാവിലെ ചെന്നിറങ്ങുമ്പോൾ അവന്മാർ ഇങ്ങനെ കാണിക്കുമായിരുന്നു, പയ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വൈബ് കിട്ടും, സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു സാധനം ഇതിനകത്ത് ഉണ്ടെന്നുള്ള സാധനം. അപ്പോൾ ആ ഒരു ഷൂട്ട് സമയത്ത് തന്നെ നമുക്ക് ആ ഒരു വൈബ് കിട്ടി. എന്നാലും തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴാണ് ഇത്രയും ഒരു വലിയ പരിപാടിയാവും, തെലങ്കാന വരെയൊക്കെ എത്തും എന്നുള്ളത് മനസ്സിലാക്കി. ഇതിലെന്തെങ്കിലും വൈബ് കിട്ടിയോ? അതുപോലത്തെ വൈബ് കിട്ടിയേ ചെക്കായിട്ട് അല്ല, ഇതൊന്ന് സ്ക്രിപ്റ്റ് വായിച്ചത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക്. ഇഡിയുടെ സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് ആദ്യം പറഞ്ഞാൽ വേറൊരു പടം ഞാനിങ്ങനെ ചെയ്യാൻ നിൽക്കുകയായിരുന്നു. ആ പടം മാറി. അപ്പം ലാസ്റ്റ് മൊമെന്റിലാണ് ഞാൻ വിളിച്ചിട്ട് ഇവർ വേറൊരു ആക്ടറെ കൺസിഡർ ചെയ്യാൻ തുടങ്ങിയ സമയത്താണ്, എനിക്കൊന്ന് 1 മണിക്കൂർ 1 മണിക്കൂർ മുമ്പാണ് ഞാൻ വിളിച്ചിട്ട് അമീറിനെ വിളിച്ചിട്ട് ബ്രോ ഞാനുണ്ട്, ഞാൻ ഫ്രീ ആണ് ആ സമയത്ത് എന്ന് പറഞ്ഞിട്ട്. കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, വായിച്ചപ്പോൾ തൊട്ട് നല്ല രസമുള്ള ഒരു പരിപാടിയാണ് ചെയ്യണം എന്നുള്ള. സുരാജ് ഏട്ടൻ ഗ്രേസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ. ഇപ്പോൾ ഈ പടത്തിന്റെ ഈ ഒരു ട്രെയിലറിൽ ഇപ്പൊ പല കാര്യങ്ങളും ഭയങ്കര മിസ്റ്റീരിയസ് ആയിരിക്കും എന്ന് അറിയാം. എന്നാലും നമ്മളൊരു പടത്തിൽ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിക്കുക, അതിനകത്ത് നമ്മൾ തന്നെ ഒരു സെൻട്രൽ ക്യാരക്ടർ തന്നെ ചെയ്യാൻ എന്നൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് ആ സിനിമനെ എന്താ പറയുക, അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റിൽ ഹൂക്ക് ചെയ്യുന്ന ഒരു ഭയങ്കര നല്ല പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ആ ഒരു പോയിന്റ് എന്താണ് എന്ന് പറയാൻ പറ്റും? അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് 20-ാം തീയതി, അതാണ് അതിന്റെ മെയിൻ. അതാണ് മെയിൻ. ഓക്കെ, ഒരു ഹുക്ക് പോയിന്റ് ഉണ്ട്. അതാണ് ഈ സിനിമ കണ്ട് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോഴും എന്തെങ്കിലും നമ്മളെ ഹോണ്ട് ചെയ്യും. ഒന്ന് ചെറുതായിട്ട് അല്ലേ, ഒന്ന് നമ്മൾ ഓർമ്മിക്കും നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ഒന്ന് ഹോണ്ട് ചെയ്യിക്കും. ഇല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പരിചയമുള്ളവര്, അതെ അതെ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ടോ? ക്യാരക്ടറും ഇതിൽ ആ ഹുക്ക് പോയിന്റും. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങൂലല്ലോ, വെറുതെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. പിന്നെ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തല്ല കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഒക്കെ ഒരു സമയം തൊട്ട് പറയുന്നതാണ് ഈ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലീസ്, അല്ലെങ്കിൽ ഒരു
നമ്മൾ അതുവരെ വന്നിരുന്ന നല്ലൊരു അച്ഛൻ, നല്ലൊരമ്മ, നല്ല മക്കൾ, അങ്ങനത്തെ ഒരു സ്പേസ് നിന്ന് മാറിയിട്ട് ശരിക്കും ഫാമിലീസിന്റെ അകത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് കാണിക്കുന്ന സിനിമകള്. അപ്പോൾ ഇതിങ്ങനെ ഇപ്പൊ മലയാളത്തിൽ അതിങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. ഇപ്പം പല പല സിനിമകളിൽ ഈ വീടുകൾ, ഇപ്പൊ റോഷാക്കിലാണെങ്കിലും അതിനകത്തൊരു വീട്, ഇതുവരെ കാണാത്ത ഒരു അമ്മ, അവരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഈ കുടുംബ ചിത്രങ്ങൾ കാണിക്കുമ്പം അതിലൊരു ഇങ്ങനത്തെ ഒരു എലമെന്റും കൂടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കണം എന്നുള്ളൊരു അപ്രോച്ച് ഉണ്ട്. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് അതിൽ നിങ്ങളൊരു ഫ്രഷ്നെസ് എക്സ്പെക്ട് ചെയ്യുമല്ലോ. അപ്പം എക്സ്ട്രാ ഇപ്പം ഇഡിൻ്റെ ഒരു നിങ്ങളെ ഒരു ഫ്രഷ്നെസ് ഏത് പോയിന്റിലായിരുന്നു? സ്ക്രിപ്റ്റിലായിരുന്നോ, അല്ലെങ്കിൽ ഇതിൻ്റെ മേക്കിങ്ങിലായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ക്യാരക്ടേഴ്സിലായിരുന്നോ? എന്തിലായിരുന്നു നിങ്ങൾക്കൊരു ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടാവുക? സ്ക്രിപ്റ്റ് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. മേക്കിംഗ് ഒക്കെ സിനിമ തുടങ്ങി കഴിയുമ്പോഴാണല്ലോ കിട്ടുന്നത്. ആദ്യം കിട്ടുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണല്ലോ. സ്ക്രിപ്റ്റ് ഇതിൻ്റെ കഥയുടെ ഒരു ഇപ്പം ആർക്കാണെങ്കിലും, ഇപ്പോൾ ആർട്ടിസ്റ്റിനൊക്കെ ആണെങ്കിലും പ്രൊഡ്യൂസർക്കാണെങ്കിലും ഈവൻ ഇതിൻ്റെ കഥ എഴുതുന്ന ആൾക്കാണെങ്കിലും ഒരു മെയിൻ ഒരു പോയിന്റ് കിട്ടിക്കഴിയുമ്പോഴാണല്ലോ ഇതിൽ വർക്ക് ചെയ്യാമെന്ന് തോന്നുന്നത്. അപ്പോൾ അത് അവർക്ക് കൂടുതലത് മൈൻഡിൽ കിടക്കുമ്പോഴാണ് അത് തിയറി വർക്ക് ചെയ്യുന്നത്. പിന്നെ അതൊരു ഡയറക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു കഥ തന്നെ ഇപ്പം ഇതിൻ്റെ അല്ല XY കഥകളായിക്കോട്ടെ. അപ്പോൾ ആ കഥ ഒരു റൈറ്റർ ഒരു ഡയറക്ടറോട് എന്ന് പറയുമ്പോൾ ആ ഡയറക്ടറിന് ചിലപ്പോൾ അത്ര വർക്കാവുന്നില്ല. ഇതേ കഥ തന്നെ വേറെ ഡയറക്ടറോട് പറയുമ്പോൾ അവൻ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഓ സൂപ്പറാടാ, ഇത് വർക്ക് ചെയ്യാം, ഇത് നമുക്ക് പിടിക്കാം എന്നുള്ള രീതിയിൽ വരുമല്ലോ. അങ്ങനെ തുടങ്ങുന്ന ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറി തന്നെയാണ്. പിന്നെ സ്റ്റോറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ആര് കഥാപാത്രങ്ങൾ ആര് സെലക്ട് ചെയ്യാന്നുള്ളതാണല്ലോ, ഈ ഡിസ്കഷനിലൂടെയാണല്ലോ വരുന്നത്. അതൊരു നായകനിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് തീർച്ചയായിട്ടും അതിൻ്റെ ഡയറക്ടറും റൈറ്ററോട് ഇരുന്ന് നമുക്ക് ഇവരെ സമീപിക്കാം എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ പിന്നെ ആ ആളൂടെ അതിൻ്റെ അകത്ത് ഇൻവോൾവ്ഡ് ആയി. പിന്നെ ഈ ചർച്ച ആ 3 പേരിൽ അല്ലെ 4 പേരിലൂടെ പോയാണ് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളിലേക്ക് അത് എത്തുന്നത്. എല്ലാവർക്കും ഒരേപോലെ ഒരു ക്യാരക്ടറുകൾ ഒരു അത്ര എക്സൈറ്റ് ചെയ്യിക്കുക എന്നുള്ളത് വളരെ ചുരുക്കം സിനിമകളിലാണ് അങ്ങനെ സംഭവിക്കാറുള്ളത്. സിനിമകൾ ഭയങ്കര സീനുകളിൽ പല ഇപ്പം വിജയ് പോലെയുള്ള നടൻ്റെയൊക്കെ സിനിമകളിൽ തന്നെ പലരും വന്നു പോകുന്നുണ്ടാവും. ഈ ഓർത്തിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്താൽ 2 സീനേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു സുരാജേട്ടൻ തന്നെ ആക്ഷൻ ഹീറോ ബിജുവിൽ ചെയ്തത് ഒറ്റ സീന അല്ലേ ഒരു സീൻ. ആ സീനാണ് സുരാജേട്ടൻ്റെ വേറൊരു സ്റ്റെപ്പിലേക്ക് പുള്ളീനെ മാറ്റി തിരിച്ചു. അതുവരെ ഹ്യൂമറിൽ പുള്ളി പൊയ്ക്കൊണ്ടിരുന്ന ആ ട്രാക്കെല്ലാം മാറിയിട്ട് സുരാജേട്ടനെ പെർഫോമൻസ് തെളിയിക്കുന്ന റോളുകൾ മാത്രമായി വന്നുകൊണ്ടിട്ടിരുന്നു. പിന്നെ ഒരു ഹ്യൂമർ ചെയ്യുന്ന സുരാജേട്ടനെ പിന്നെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് തന്നെ, അല്ലെ എത്ര പടത്തിൽ കണ്ടിട്ടുണ്ടെന്നുള്ള അറിയത്തില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു സിനിമ മുഴുവൻ വേണ്ട, ഒരു ഒരു ചെറിയ സീൻ മതി ഒരാൾക്ക് ട്വിസ്റ്റ് ആകാനായിട്ട്. അതുപോലെ തന്നെ ശ്യാം ആണെങ്കിലും ആ സിനിമയിൽ ചെയ്ത ഹീറോ SS രാജമൗലി തന്നെയാണ് അതിൻ്റെ അവരുടെ ബാനറാണ് അത് തെലുങ്കിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞത് അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ശ്യാമിൻ്റെ ആദിയുടെ ക്യാരക്ടറാണ് ജസ്റ്റ് കിട്ടിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശ്യാം അല്ലല്ലോ അതിൻ്റെ അകത്തെ ഹീറോ പറഞ്ഞു മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതെല്ലാം ഒരേപോലെ വരുമ്പോഴാണ് ഇതെല്ലാം കൂടെ കോർത്തിണക്കി വന്നൊരു സിനിമയാണെന്ന് തോന്നുന്നു ED. ഓക്കെ, ഇപ്പോൾ ഈ തെക്ക് വടക്ക് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ള ശങ്കുണ്ണി എന്നുള്ളൊരു വേഷമുണ്ട്. അപ്പം ആ എൻറ്റയർ മൂവിയിൽ ഇപ്പോൾ വിനായകനൊപ്പം തന്നെ ഈ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷനും നടക്കുന്നുണ്ട്. അയാളൊരു ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറാണ് ഈ ശങ്കുണ്ണി എന്ന് പറയുന്നത്. നമുക്കൊരു നോവലൊക്കെ വായിക്കുമ്പം അതിനകത്ത് കാണുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. അപ്പം സുരാജിൻ്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്നത് ഈ എന്താ പറയുക, കുറച്ച് വൃദ്ധ കഥാപാത്രം, ഇപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ അത് അവാർഡ് വരെ നേടി, ഏറ്റവും കൺവിൻസിങ് ആയിട്ട് അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളൊരു പോയിന്റിൽ എപ്പോഴും എങ്ങനെയാ അത് ലൈക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഉണ്ടോ ഇതിന്? ജസ്റ്റ് ഏജ് മാത്രമല്ലല്ലോ കൺവേ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ട ഒരു വൃദ്ധ ആ കഥാപാത്രത്തിന് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ആദ്യമേ സംവിധായകൻ പറയും. പിന്നെ എസ് ഹരീഷാണ് അതിൻ്റെ തിരക്കഥ. അതൊരു ചെറുകഥയായിരുന്നു. അപ്പോൾ അത് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പുള്ളിയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യും. ഒപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഇതാകുമ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരാളെ നമ്മളെ മനസ്സിൽ വരും. ഇയാൾ ഇങ്ങനെയാണല്ലോ, ഇന്നൊരു ക്യാരക്ടറാണല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ സഹോദരന്മാർ തന്നെ ശത്രുതയിലൊക്കെ കഴിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സഹോദരിയുടെ മകൻ ഒരു ദിവസം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് പിന്നെ ചാടി അമ്മാവൻ്റെ പുരയിടത്തിൽ വന്നിട്ട് തേങ്ങ പറക്കിയപ്പോൾ ഇയാൾ കൊടുക്കൂല. ഇയാൾ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഓടിക്കൊണ്ട് വന്നിട്ട് തേങ്ങയും കൊണ്ട് അവൻ മതിലിയാടി കിട്ടാതായപ്പോഴാണ് അങ്ങേരെ അവിടെ വന്നിട്ട്
ആ മാമൻ തന്നെന്ന് പറ കേട്ടാ, കൊടുക്ക് അമ്മയുടെ കൊടുക്ക്, മാമൻ തന്നെന്ന് പറ. അങ്ങനെ അങ്ങനെയുള്ള കുറെ കഥാപാത്രം ഉണ്ട്. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. ആ അതില് പിള്ളേർ മറ്റേ മാങ്ങ വറക്കാൻ പറഞ്ഞു കൊടുറാ, ആ ഞാൻ തന്നെന്ന് പറപ്പോ. ഇപ്പം ഈ കനകം കാമിനി കലകം, ഹലാൽ ലവ് സ്റ്റോറി, ഇപ്പം നാഗേന്ദ്രൻ സണിമൂണ്, ഇതൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഈ OTT-യിൽ, അത് കോവിഡിൻ്റെയും കൂടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ്, എന്നാലും OTT സ്പേസിൽ കൃത്യമായിട്ട് ഒരു മാർക്ക് സ്പേസ് ചെയ്തിട്ടുള്ള നടിയാണ് ഗ്രേസ് ആൻ്റണി. മലയാളത്തിൽ അങ്ങനെ ഒരുപാട്, മലയാളത്തിൽ അത്രയും വെബ് സീരീസുകൾ വന്നിട്ടില്ല. പിന്നെ ആ ഒരു ടൈമിന് ശേഷം എല്ലാം തിയേറ്റർ റിലീസിലേക്ക് കടക്കുകയും ചെയ്തു. ഈ OTT-യിൽ കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യത ഉണ്ടല്ലോ വേഷങ്ങൾക്ക്, എസ്പെഷ്യലി അതൊരു ഒറ്റ റിലീസ് കൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് ഗ്രേസിൻ്റെ കരിയറിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഒരു OTT പീരീഡിൽ അവിടെ ഇറങ്ങിയ എല്ലാ സിനിമകളും ശ്രദ്ധിക്കപ്പെടും. OTT സ്പേസിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എത്തിയത് ഈ പടങ്ങളെല്ലാം. തീർച്ചയായിട്ടും. കാരണം പക്ഷെ ഫസ്റ്റ് എനിക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇത്രത്തോളാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആദ്യം ഹലാൽ ലവ് സ്റ്റോറിയാണ് അങ്ങനെ റിലീസ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു പാൻഡമിക്കിന്റെ സമയത്തായിരുന്നു തോന്നുന്നു. അതെ അതെ. അപ്പം നമ്മൾ ആകെ ഭയങ്കര ടെൻഷൻ അടിച്ച് അവസാനം ഇത് റിലീസായേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷനിലാണ് അങ്ങനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ചൂട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, ഇതിന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. ആഫ്റ്റർ റിലീസാണ് ഇതിന്റെ ഇങ്ങനെ ആൾക്കാർ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇങ്ങനത്തെ ഓഡിയൻസ് ഈ ഒരു ഏരിയയിലുണ്ട്, എപ്പോൾ വേണമെങ്കിലും കാണാം, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും കാണാവുന്ന ഒരു അങ്ങനത്തെ കുറച്ച് ഒരു അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു പരിപാടി മനസ്സിലായത് അപ്പോഴാണ്. പിന്നെയാണ് കനകം വരുന്നതും. കനകം വന്നപ്പോൾ കുറച്ചും കൂടി ഒരു വൈഡ് ഓഡിയൻസിലേക്ക് എത്തി. അങ്ങനെ പതിയെ പതിയെ നമ്മളും ഇത് എക്സ്പീരിയൻസ് ചെയ്ത് വരുവാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങുന്നത്, ഐ മീൻ OTT പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ സിനിമകളും വരുന്നത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OTT ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വൈഡ് ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം തമിഴിൽ നിന്നുള്ള നോർമൽ ആൾക്കാരും ഒക്കെ കണ്ടിട്ട് നമുക്ക് മലയാളം പടങ്ങൾ കണ്ടിട്ട് നമുക്ക് മെസ്സേജുകൾ അയക്കുമ്പോഴത്തേക്കും അവിടം വരെയൊക്കെ നമ്മുടെ എത്തി എന്നൊക്കെ അറിയുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ശ്യാമോഹൻ ഇപ്പോൾ പൊന്മുട്ട എന്നുള്ള വെബ് സീരീസ് ആണല്ലോ, അതിൻ്റെ ഒരു ക്രിയേറ്റിംഗ് സ്പേസിലും അല്ലെങ്കിൽ അത് ഈ ഒരു എന്താ പറയുക സിനിമയ്ക്ക് പുറത്തും ഉള്ളൊരു അഭിനയത്തിൻ്റെ മേഖലകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നോ ആ വഴികളൊക്കെ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇനിയും അത്തരം ക്രിയേഷനൊക്കെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ചെറിയ ചെറിയ രസമുള്ള വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കാണാൻ പറ്റുമോ ഇനി? ആ സിനിമയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെ സമയം വേണ്ടേ? ഇപ്പൊ ഇന്നിവിടെ വന്നതിന് നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ പൈസ ചോദിച്ചില്ല എന്നേ ഉള്ളൂ. തെലുങ്ക് തമിഴ് ഡേറ്റ് ഇല്ല, തിരക്കിലായി പോയി. അല്ല, ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റേജ് തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫിലും റിസൈൻ ചെയ്യുന്നു പറഞ്ഞല്ലോ, അതിനുശേഷം വീട്ടിലിരുന്ന് ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യലായിരുന്നു. പിന്നെ ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ് ചെയ്തു. കൈരളിയിൽ ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 60-65 എപ്പിസോഡ് ഡബ് സ്മാഷ് റിലേറ്റഡ് പരിപാടിയായിരുന്നു. 2018 ചെയ്തിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് പൊന്മുട്ടയിലേക്ക് വന്നത്. പൊന്മുട്ട വന്നതിന് ശേഷം അതൊന്ന് കുറച്ചുകൂടെ സിനിമയിൽ വരാനുള്ളൊരു ആഗ്രഹം സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. കാരണം നമ്മൾ അതിനകത്ത് ഈ സ്ക്രിപ്റ്റിങ്ങും എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ സിനിമ എനിക്ക് കിട്ടിയതും പൊന്മുട്ട കണ്ടിട്ടാണ്, പത്രോസിന്റെ പടപ്പുകൾ എന്നുള്ള സിനിമ. പക്ഷേ പറഞ്ഞ പോലെ ഞാനും നീ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സിനിമ ഭയങ്കര ഹിറ്റായിരിക്കും, അടിപൊളി, ഇതോടുകൂടി കരിയർ സെറ്റാന്ന് വിചാരിച്ചു. പക്ഷെ പടം അത്രയ്ക്ക് വർക്കായില്ല. അപ്പോൾ നമ്മൾ റിയാലിറ്റിയിലോട്ട് വരുന്നത് ഓക്കെ, അത്ര എളുപ്പമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. പിന്നെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. ഹെവനിലുണ്ടായിരുന്നു സുരാജിന്റെ കൂടെ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വിളിച്ചിട്ട് ഒരു 6 ദിവസത്തെ ഒരു പരിപാടി ഉണ്ട്, എത്രയാണ് നിങ്ങളുടെ പേയ്മെന്റ് എന്ന് ചോദിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് ഒരു കഥ കേൾക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ പ്രേമലു എന്ന് പറയുന്ന ഒരു ഫിലിം കിട്ടിയത് കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോരോ സ്പേസ് എക്സ്പ്ലോർ എന്ന് ഞാൻ പറയുന്നില്ല, അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അടുത്തതിലോട്ട് കയറി വരുന്നൊരു സ്റ്റേജാണ്. അപ്പം ഇനി ചിലപ്പോൾ നമുക്ക് ചെറിയ കണ്ടന്റ് ചെയ്യണം തോന്നിയാൽ ചെയ്യുമായിരിക്കും. പക്ഷെ ഇപ്പം കറന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ക്രിയേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നോളജ് എന്നുള്ളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും അതിനകത്തുള്ള ലൈക്ക് എസ്പെഷ്യലി ആ ചൈൽഡ് ആക്ടേഴ്സിൻ്റെ സംഭവമൊക്കെ നന്നായിട്ട് ഇപ്പോഴും ആൾക്കാർക്ക് രസമായിട്ട് പറയുന്നതാണ്. അപ്പം അതിൻ്റെ ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി അത് റീവിസിറ്റ് ചെയ്തിട്ട് കണ്ട സമയത്തും അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, രസമായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഗ്രേസ് ആൻ്റണി ഇനി എന്തെങ്കിലുമൊക്കെ ഒരു റൈറ്റിങ്സ് പിന്നെ ഡയറക്ഷൻ പരിപാടികളൊക്കെ എന്തോ പ്രതീക്ഷിക്കാമോ? അറിയില്ല, ചിലപ്പോൾ സംഭവിക്കായിരിക്കും. അല്ല, മനസ്സിലുണ്ടോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സംഭവം ചെയ്തു വെച്ച ആള് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. മനസ്സിലുണ്ട്, എന്തെങ്കിലും വരെയിരിക്കും. പറയാറായിട്ടില്ല. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സിനിമ ചെയ്തതിന് ശേഷമാണ് ഞാൻ നൈറ്റ് കോളം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ബൂസ്റ്റ് തന്ന സുരാജേട്ടൻ കണ്ടെന്ന് പറഞ്ഞിട്ട് സിംഗിൾ ക്യാരക്ടർ മിഥുൻ മാനുവലിന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് മിഥുൻ ചേട്ടൻ്റെ, അതിനകത്ത് ചെയ്തത്. അത് ഭയങ്കരമായിട്ടൊരു പൊന്മുട്ട ഇമേജിൽ നിന്ന് മാറ്റിയിട്ട് സീരിയസ് റോളുകൾക്ക് എനിക്ക് 18+ എന്നുള്ള സിനിമയിലോട്ട് വിളിച്ചത് അത് കണ്ടിട്ടാണ്. 18+ കണ്ടിട്ടാണ് അമരനിലേക്ക് വിളിച്ചത്. അപ്പം അങ്ങനത്തെ ഒരു സ്പേസും നല്ലതാണ്, ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്.
ഇപ്പം ഈ പ്രൊഡ്യൂസർ എന്നുള്ള ഒരു ഇതിൽ ചോദിക്കുവാണെങ്കിൽ ഇപ്പം 2024 ഒരു സ്റ്റാർട്ടിങ് ടൈം ഉണ്ട്. ഇപ്പം മലയാള സിനിമ അങ്ങനെ ഇതുവരെ ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രികളിലും വെച്ചിട്ട് ഏറ്റവും ടോപ്പ് സ്പേസിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ. അപ്പം എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്ത് പണ്ടേ നമ്മുടെ സ്റ്റോറീസിനും സ്ക്രിപ്റ്റിനും പെർഫോമൻസിനൊക്കെ ആൾക്കാർ കൈയടിക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടൊരു മാർക്കറ്റും കൂടെ ഒരു ബോക്സ് ഓഫീസിലും കൂടെ മലയാള സിനിമകൾക്ക് നല്ല ബാക്ക് ടു ബാക്ക് ഹിറ്റ് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു ഇയറാണ്. പക്ഷെ അതിന് ശേഷമുള്ള സമയങ്ങളിൽ ഒരുപാട് ഇപ്പോൾ ഹേമ കമ്മിറ്റി ആണെങ്കിലും മറ്റു പല വിവാദങ്ങളും ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എക്സാക്ട്ലി ഇപ്പം 2024 തുടങ്ങിയ സമയത്ത് ഒരു എൻ്റയർ വിഷൻ ഉണ്ടായിരിക്കുമല്ലോ, നമ്മുടെ സിനിമകളെ സംബന്ധിച്ച് മാത്രമല്ല മൊത്തം മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ സിനിമകളെയും കൂടെ അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. പിന്നീടുള്ള മാസങ്ങളിൽ നടന്ന ബാക്കി സീരീസ് ഓഫ് ഇവൻറ്റ്സ്, ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ബന്ധപ്പെട്ടതായാലൊക്കെ അതൊക്കെ ആക്ച്വലി മലയാള സിനിമ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു സ്പേസിൽ നിന്നും എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ സിനിമാസിൽ തിയേറ്റേഴ്സിൽ വരണതിലൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും ഇപ്പോഴും തോന്നിയിട്ടില്ല. കാരണം ഈ ഹേമ കമ്മിറ്റി വിഷയമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് വരുന്ന സിനിമയാണ് ഓണത്തിന് കിഷ്കിന്ധകാണ്ഡവും ARM ഒക്കെ. അപ്പോൾ അതൊക്കെ വളരെ സക്സസ് ആയപ്പം അറിയാലോ. മീൻസ് ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വലിയ ഇഷ്യൂ എന്ന് പറയുന്നതും അത് അവരുടെ ലൈഫിൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ സ്വന്തം അപ്പനും അമ്മയും എല്ലാം മരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുമല്ലേ, നമ്മളിപ്പോൾ എല്ലാ ദിവസവും അവരെ അങ്ങനെ ഓർത്ത് ആളുകളൊക്കെ പറയുമായിരിക്കും. മീൻസ് എനിക്ക് അപ്പൻ അങ്ങനെയാണ് അമ്മ എങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴും അത് മറന്നുപോയി നമ്മൾ ജീവിക്കുകയാണല്ലോ. അപ്പം ഇങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം വരും. അങ്ങനെ സിനിമയെ ബാധിക്കത്തില്ല. കാരണം ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പോൾ അതൊരു സിനിമാ ഫീൽഡായിട്ട് എടുക്കണ്ട. അത് നമ്മൾ ഒരു ആണും പെണ്ണും ഉള്ളൂ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വേറെ വേറെ ഇൻഡസ്ട്രീസിലായിക്കോട്ടെ ഇതെല്ലാം ഇഷ്ടം കൂടി നടക്കുന്നുണ്ട്. ഇപ്പം ഇൻകം ടാക്സ് റെയ്ഡ് വരുന്നു. ഇപ്പോൾ റെയ്ഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു സാറേ എന്താണ് ഈ സിനിമയുടെ ഇത് വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് ഇത്രയും ഇതായിട്ട് വരുന്നത്? ബാക്കിയുള്ള അവർ ഇഷ്ടംപോലെ റെയ്ഡുകൾ പോകുന്നുണ്ട്. മനസ്സിലായോ? നമ്മൾ ആരും അറിയുന്നില്ല. സിനിമ എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴത്തേനും അത് ഭയങ്കര പബ്ലിസിറ്റി കിട്ടുവാണ്. ഒരു ആളുകളുടെ ഒരു ബോധറാകാൻ വേണ്ടിയിട്ടിട്ട് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, നിങ്ങൾ നിന്നില്ല എങ്കിൽ ഞങ്ങൾ വന്ന് കയറും, അപ്പോൾ ടാക്സൊക്കെ മര്യാദയ്ക്ക് അടച്ചു പോകുക എന്ന് പറയുന്ന ഒരു ഇൻറ്റൻഷനോടെ മാത്രമേ ഉള്ളൂ അതിനെ കാണുന്നുള്ളൂ. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് മീഡിയക്കാർ ഫുള്ള് വരും. എത്രയോ കോറികളിൽ കയറി, എത്രയോ ബില്ലേഴ്സിൽ റെയ്ഡ് നടത്തി. ഇതൊന്നും വാർത്തയായിട്ട് ആക്ച്വലി വരുന്നതേ ഇല്ല. സിനിമാക്കാരുടെ അത് ഒരു ചെറിയൊരു കാര്യമായിക്കോട്ടെ അതൊരു വലിയ വാർത്തയായിട്ട് മീഡിയം ആയതുകൊണ്ടിട്ട് മീഡിയയുടെ ഒരു ഇതിലേക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു വിഷയം അതന്ന് വന്നു, അതങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുന്നു. ആളുകൾ അടുത്തടുത്ത ഇതിലേക്ക് പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ്. സിനിമ കാണുന്നു, അത് എൻജോയ് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ സ്വീകരിക്കുന്നു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ റിജക്റ്റും ചെയ്ത് കളയുന്നതാണ്. അതിൻ്റെ ഇടയിൽ വന്ന നല്ല സിനിമകളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. മീൻസ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സിനിമകൾ വന്നില്ല, അതുകൊണ്ടിട്ട് അവർ സ്വീകരിച്ചില്ല. അത് കഴിഞ്ഞപ്പം അവർക്ക് സ്വീകരിക്കാം എന്ന് തോന്നിയ സിനിമകളെ അവർ വിജയിപ്പിച്ചു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പം ഈ സിനിമയിലേക്ക് തന്നെ ഇപ്പോൾ തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഇതിന് നരഭോജി എന്ന് പറയുന്ന ഒരു റാപ്പ് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദമൊക്കെ നമ്മൾ ആ റാപ്പ് സ്പേസിലേക്ക് കേൾക്കുന്നതിൻ്റെ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു EDയുടെ പോസ്റ്റേഴ്സിനാണെങ്കിലും അതിൻ്റെ ട്രെയിലറിനാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ബ്ലെൻഡ് ഓഫ് സാധനങ്ങളുടെ ഉണ്ട്. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിനെയും ഗ്രേസ് ആൻ്റണിനെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, ശ്യാമിനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ EDയുടെ സ്പേസിലെത്തുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. എനിക്ക് വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദം പെട്ടെന്ന് നരഭോജിയിൽ തിരുമാലിൻ്റെ കൂടെയൊക്കെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നരഭോജി എന്നുള്ള ഇപ്പം എല്ലാവർക്കും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും, വിഷ്വലിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ആ പാട്ടിന് കേട്ട സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? അല്ലെങ്കിൽ അതിലിങ്ങനെ ഇപ്പം ഈ മുടിയൊക്കെ പറയുന്നത് ഞങ്ങൾ വൈബ് ചെയ്ത് തന്നെ ഷൂട്ട് ചെയ്തത് ഫുള്ള് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതൊരു പ്രൊമോ സോങ് ആയിട്ട് നമ്മൾ പിടിച്ചേക്കുന്നതാണ്. ഈ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം സിനിമ ആലോചിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ ഒരുപാട് സിനിമകൾക്കുണ്ടല്ലോ. ഇപ്പൊ മാർക്കോനാണെങ്കിലും ഒരുവിധ എല്ലാ പടങ്ങൾക്കും ഇപ്പൊ ഒരു പ്രൊമോ സോങ് ഉണ്ട്. പ്രൊമോ സോങ് റാപ്പാണ് മെയിൻ ആയിട്ട് വെക്കുന്നത്. ഇപ്പം മലയാളത്തിൽ തന്നെ ഒരുപാട് ഇൻഡിപെൻഡന്റ് നല്ല റാപ്പേഴ്സും ഉണ്ട്. അപ്പം ഈ സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ് ഘട്ടത്തിലൊക്കെ പ്രൊഡ്യൂസേഴ്സിനും കൂടെ ആയതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു പ്രൊമോഷൻ സ്പേസിൽ നമുക്കൊരു റാപ്പ് സോങ് യൂസ് ചെയ്യാം? അങ്ങനല്ല, ഇതിൻ്റെ ഒരു ഓൺഗോയിങ് പ്രോസസ്സിൽ വരുന്നതാണ്. മനസ്സിലായത്? നമ്മളിപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയിൽ നമ്മൾ സിനിമയിൽ ഇല്ലാത്ത സംഭവങ്ങളാണ് ആക്ച്വലി ഷൂട്ട് ചെയ്ത്. പ്രൊമോ സോങ് ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ. നമ്മൾ ജനഗണമനയിൽ നമ്മളൊരു ടീസർ ട്രെയിലർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് സിനിമയിൽ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിനിമയുടെ കണ്ടന്റുകൾ ചിലതങ്ങോട്ട് അത് പോകുമ്പോൾ അത് പൃഥ്വിരാജ് ഒരു വക്കീലായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഇന്ന റോളാന്ന് ഇപ്പം പറയുമ്പോൾ സുരാജേട്ടൻ അതിൻ്റെ അകത്ത് വില്ലനായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എന്തെങ്കിലും
വിട്ട് കഴിയുമ്പം അത് അവർ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ഡയറക്ടർക്കൊക്കെ വരുമ്പം എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരെണ്ണം മാറ്റി പിടിച്ചാലോ എന്നൊക്കെ, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഓൺഗോയിങ്ങിൽ പോകുന്നതാണ്. ഈ സിനിമയ്ക്കാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത്രയും പാട്ടുകളൊന്നും ഇല്ലായിരുന്നു. ഇതിൻ്റെ റീ റെക്കോർഡിങ് ടൈമിൽ ഇവരുന്ന ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറൊക്കെ ഡിസ്കഷനിൽ നമുക്ക് എന്നാൽ ഇവിടെ ഒരു പാട്ടിൽ പിടിച്ചാലോ, എന്നാൽ ആ ഏരിയയും കൂടെ ഒരു പാട്ടിൽ പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കുറേ സോങ്ങുകൾ ഈ സിനിമയിലുണ്ട്, നല്ല സോങ്ങുകളുണ്ട്. പോരാത്തതിന് വീണ്ടും പ്രൊമോ സോങ് ആയിട്ടാണ് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ നരഭോജി സോങ് കൂടെ ആഡ് ഓൺ ചെയ്തു. ഈ റാപ്പിന്റെ ഒക്കെ ഒരു സ്പേസിലെത്തിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? മൊത്തം ലൈക്ക് അതൊരു രസം, നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ റാപ്പ് സോങ് കേൾക്കുക എന്നുള്ളതും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതുവരെ കാണാത്തൊരു ലുക്കിലൊക്കെ ഒരുവിധ ആക്ടേഴ്സിനൊക്കെ കാണാൻ പറ്റും, അതിൻ്റെ ഒരു സ്റ്റൈൽ സ്വാഗ് ഒക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം നമ്മളും ആഗ്രഹിക്കുമല്ലോ നമ്മുടെ പടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു സ്പേസ് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് അത് എക്സ്പ്ലോർ ചെയ്തു. അതെല്ലാവരും ഇപ്പം നമ്മൾ മാത്രമല്ല, സുധീറേട്ടനും അവരൊക്കെ നല്ല രസമായിട്ട്. ഇപ്പം ഈഡി എങ്ങനെ ഈ പറയുന്ന പോലെ ഒരുപാട് സസ്പെൻസുകളൊക്കെ ഉള്ള സംഭവമാണെന്ന് അറിയാം. അപ്പം എന്തായാലും ആ സസ്പെൻസുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടും എന്തോ സ്പെഷ്യൽ അതിനകത്തുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ്. ഉണ്ട് ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു സംഭവമാണ്, ഒരു ചെറിയ സംഭവമാണ്. അത് വളരെ സിറ്റുവേഷൻ ഹ്യൂമറിലൂടെ പോകുന്നു. അവസാനവും നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ടേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങും, അത് ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം റിപ്പോർട്ടർ ടിവിയോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. അപ്പം മറക്കരുത് 20-ാം തീയതി. അപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് എല്ലാവരും ഒക്കെ കണ്ട് കുറേ കൂടെ വിശദമായിട്ട് സംസാരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു, ക്യാരക്ടേഴ്സിനൊക്കെ പറ്റിയിട്ട്. താങ്ക് യു.